എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ റെയിൽവേയിലും നമ്മളും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന ഘട്ടത്തിൽ അതുമുതലാണ് റെയിൽവേയും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം. അതായത് റെയിൽവേയുടെ ഒരു ഉപഭോക്താക്കളാണല്ലോ ആ സമയം തൊട്ട് നമ്മൾ. അപ്പോൾ അവിടെ തൊട്ടാണ് ഒരു വ്യക്തിയുടെ യാത്ര തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ എളുപ്പമാക്കാൻ വേണ്ടി റെയിൽവേ ഇപ്പോൾ നിരവധി ആയ നൂതനമായ പദ്ധതികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാത്രക്കാരുടെ സൗകര്യത്തിനും ടിക്കറ്റിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് റിസർവേഷൻ സംവിധാനം റെയിൽവേ ബഹുഭാഷയിൽ, അതായത് നമ്മുടെ ഇതെല്ലാം ഒരു പ്രാദേശിക ഭാഷയിൽ ആയിട്ട് നമുക്ക് ലഭ്യമായി തുടങ്ങുന്നുണ്ട്. മറ്റൊന്ന് കാര്യം എന്ന് വെച്ചാൽ PRS, അതായത് പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം, അത് നവീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടി ഈ സംവിധാനത്തിൽ, പഴയ സംവിധാനത്തിൽ ഏകദേശം മിനിറ്റിൽ ഏകദേശം 4 ലക്ഷം എന്നതിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടം, അതായത് 40 ലക്ഷത്തിലധികം അന്വേഷണങ്ങൾ ഇപ്പൊ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പൊ റെയിൽവേ എന്ന് വെച്ചാൽ പൂർണ്ണമായും യാത്രക്കാരെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളും മികച്ച ഒരു യാത്ര അനുഭവം ഉപഭോക്താക്കൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സംഗതിയിലേക്കാണ് നമ്മുടെ റെയിൽവേ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ടിക്കറ്റ് സംവിധാനം, അതുകൂടാതെ ടിക്കറ്റ് സംവിധാനത്തിൽ ഒരു സുതാര്യത, കാര്യക്ഷമത, പ്രവേശനക്ഷമത എന്നിവ ഉറപ്പാക്കുന്നതും അത്രയും ഗുണനിലവാരം ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കാനായിട്ട് റെയിൽവേ പ്രതിജ്ഞാബദ്ധമായിരിക്കുകയാണ്. അപ്പൊ റെയിൽവേ മന്ത്രി പറയുന്നത് വെച്ചാൽ, യാത്രക്കാർക്ക് സുഗമവും സുഖകരവുമായ ഒരു യാത്രാനുഭവം ഇനി മുതൽ ഉറപ്പാക്കണം എന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിലവിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് ഏകദേശം 4 മണിക്കൂർ മുമ്പ് മുതലാണ് ഒരു റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത്. ഇത് യാത്രക്കാരുടെ മനസ്സിൽ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്, വെറും 4 മണിക്കൂർ മുമ്പ് ആവുന്നത്. അപ്പൊ അടുത്തുള്ള പ്രദേശത്ത് നിന്ന് ട്രെയിനിലേക്ക് കയറാൻ വരുന്ന യാത്രക്കാർക്കൊക്കെ ഇത് ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം പരിഹരിക്കാനായിട്ട് എന്താണ് മാർഗം? അപ്പൊ അതിനു വേണ്ടിയിട്ട് സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഈ 4 മണിക്കൂർ എന്നുള്ളത് 8 മണിക്കൂർ മുമ്പ് റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കാനാണ് റെയിൽവേക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത് പെട്ടെന്ന് നടപ്പാക്കാനായിട്ട് സാധ്യതയില്ല. അപ്പൊ ഇത് ആദ്യമായിട്ട് ഇത് പരീക്ഷണ ഘട്ടം എന്നതിൽ വലിയ സ്റ്റേഷനുകളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. അതുകൂടാതെ ഇത് പയ്യെ എല്ലാ സ്റ്റേഷനിലേക്കും വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, യാത്രക്കാർക്ക് വെയിറ്റിംഗ് ലിസ്റ്റിന്റെ തൽസ്ഥിതിയെ കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ദീർഘദൂര യാത്രയ്ക്ക് പോകുന്ന യാത്രക്കാര് അവര് ചിലപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർക്ക് കൂടുതൽ ദൂരം ഉണ്ടാവും അവർക്ക് വരാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള നഗരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു കുഗ്രാമം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ ദൂരം, അവർക്ക് ഈ സൗകര്യം 8 മണിക്കൂർ മുമ്പ് വരെ ഒരു റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കും. അത് ഇവർക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. അതുകൂടാതെ റെയിൽവേ റിസർവേഷൻ, അതായത് സൈറ്റുകൾക്ക് ബ്ലോക്ക് ഇല്ലാതെ ഇപ്പോൾ വളരെ ചടുലമായി വിപുലമായ രീതിയിലൊക്കെ അത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ ഏകദേശം ഇപ്പൊ 1.5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ആ ശേഷി ഇപ്പോഴത്തെ ഈ നവീനമായ ഈ റെയിൽവേയുടെ ഈ ശേഷി വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇപ്പൊ ഏകദേശം ഒരു മിനിറ്റിൽ ഏകദേശം 3 ലക്ഷത്തിലധികം, മിനിറ്റിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ആ ശേഷി കൈവരിച്ചിട്ടുണ്ട്. പഴയ സിസ്റ്റത്തിലാണെങ്കിൽ ഏകദേശം 32,000 ടിക്കറ്റുകൾ മാത്രമേ റിസർവ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ ടിക്കറ്റ് അന്വേഷണ ശേഷി 10% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു മിനിറ്റിൽ 4 ലക്ഷം അന്വേഷണങ്ങൾ ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ 40 ലക്ഷമായിട്ട് ഉയർന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, പുതിയ സംവിധാനത്തിൽ എന്ന് വെച്ചാൽ, മറ്റത് പഴയ സംവിധാനത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് തിരഞ്ഞെടുക്കാനൊക്കെ ഒരു പരിമിതികളുണ്ട്. അപ്പൊ ഇപ്പോഴെങ്കിലും നമുക്ക് താല്പര്യമുള്ള സീറ്റ് നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റുകൾ തിരഞ്ഞെടുക്കുക. അതുപോലെ സീറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള ആ ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അതുകൂടാതെ ടിക്കറ്റ് നിരക്കിന്റെ ഒരു കലണ്ടർ, അപ്പൊ ഓരോ കലണ്ടർ ഉണ്ടാവുമല്ലോ, ഓരോ ഏരിയ തിരിച്ചിട്ടുള്ള ഒരു റേറ്റിംഗ് ചാർജ്, അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഇപ്പൊ തൽക്കാൽ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യുന്നവർക്ക് ഇപ്പൊ ആധാർ കാർഡും കൂടി കൊടുത്തെങ്കിൽ മാത്രമേ ആ ഫെസിലിറ്റി കിട്ടുകയുള്ളൂ. അതിനുശേഷം ജൂലൈ അവസാനത്തോടു കൂടി ഏകദേശം
നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് OTP കൂടി നമുക്ക് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് ലഭ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റെയിൽവേയുടെ പുതിയ അപ്ഡേറ്റ്.